രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നിൽ ഇവിടെ ചിക്കൻ, കഴിഞ്ഞ ദിവസത്തെ ലെഫ്റ്റ് ഓവർ, പിന്നെ നമ്മുടെ ചിപ്സ്, ഇത് എല്ലാം കൂടെ ഒരു മിക്സറാണ് കേട്ടോ. എഗ്ഗ്, ഇവിടെ നമ്മുടെ അജിത്ത് ഏട്ടൻ, ഡോക്ടർ അജിത്ത് ഹായ്, ഇവിടെ നമ്മുടെ രാജീവ് ഏട്ടൻ ഹായ്, മോർണിംഗ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു പച്ചക്കറി മാർക്കറ്റിലോട്ടാണ് വന്നത്. കറക്റ്റ് നമ്മുടെ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൻ്റെ ആ ഒരു സെയിം സെറ്റപ്പുള്ള ഒരു മാർക്കറ്റ് കേട്ടോ. ഒരു വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഹോൾസെയിൽ സെക്ഷൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. കേട്ടോ ഇതെല്ലാം കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള കിഴങ്ങുകൾ, നമ്മുടെ ചില്ലികൾ, കുണ്ടൻ മുളക്, വലിയ മുളക്, തക്കാളി, ക്യാരറ്റ്, ചെറിയ തക്കാളി, നമ്മുടെ ബ്രോക്കലിൻ, ക്യാബേജ്. ഈ കാണുന്ന ഇവർ പൗണ്ടിനാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 20-25 കിലോ ഉള്ള ഈ ഒരു ചാക്കിനെന്ന് പറയുമ്പോൾ $65, ഏകദേശം നമ്മുടെ 6350 രൂപ, 6500 രൂപയെന്ന് വേണമെങ്കിൽ പറയാം. 6500 രൂപ 20 കിലോയ്ക്ക് കേട്ടോ. 6500 20 കിലോയ്ക്ക് എന്ന് പറയുമ്പം 1 കിലോയ്ക്ക് 300-350 രൂപ എന്തോ കൂടുതൽ, അത്രയും വില ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ റെഡ് ഓണിയൻ ആണ് കേട്ടോ, ചുമന്ന സവാളയാണ്. അതേസമയം ആ കാണുന്ന നമ്മുടെ വെള്ള ഓണിയൻ ഉണ്ടല്ലോ, ആ കാണുന്നതിന് വില കുറവാണ്. അതിന് 20 കിലോയ്ക്ക് 2500 രൂപ വരെ ഉള്ളു കേട്ടോ. നമ്മുടെ ഹോൾസെയിൽ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ റീറ്റെയിൽ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ റീറ്റെയിലായിട്ട് ആളുകൾക്ക് വന്ന് വാങ്ങാനായിട്ടുള്ള നമ്മുടെ കപ്പ ഉണ്ടില്ലേ, കയറുമ്പോൾ തന്നെ നമ്മുടെ യുക്ക, ഇവർ യുക്കാന്ന് മന്തിയോക്ക എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ കോണ്, മരിച്ചിനി, പിന്നെ പലതരം കിഴങ്ങുകൾ, ചെറിയ കിഴങ്ങ്, ഇഞ്ചി ഉള്ളതാണ് കേട്ടോ. ഈ കാണുന്ന സവാളയ്ക്ക് വില കുറവാണ്. അതേസമയം ഇതാ ഈ കാണുന്നതിനാണ് കേട്ടോ വില കൂടുതൽ. നല്ല അടിപൊളി മാർക്കറ്റ് കേട്ടോ. ഇവിടെ ഏതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ഒരു കിഴങ്ങിൻ്റെ സെക്ഷനാണ്. പോനോ ഇവിടെ പലതരത്തിലുള്ള കിഴങ്ങ്. ഈ കാണുന്നത് നമ്മുടെ മഞ്ഞളാണ് കേട്ടോ. ഇത് മഞ്ഞളല്ലേ ചേട്ടാ? മഞ്ഞളല്ലേ? മഞ്ഞള്. ഇവിടെ നമ്മുടെ മഞ്ഞള്. ഈ കാണുന്നത് പലതരത്തിലുള്ള കിഴങ്ങാണ് കേട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ കാണുന്നത് ഇത് എന്ത് ചേമ്പ് കിഴങ്ങാ? കാച്ചില് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ വെള്ളമല്ല, ഇതിൻ്റെ അകത്ത് വയലറ്റ് കളർ സാധനം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണ്, ചേട്ടൻ പറഞ്ഞതാണ്. ഞാൻ ഇതുവരെയായിട്ട് ഇത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നുമില്ല, ബട്ട് കുറേയൊക്കെ വംശനാശ ഭീഷണി നേരിടുവാണ് കേട്ടോ. പല കിഴങ്ങുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മറ്റേ ഒരു മഞ്ഞ കിഴങ്ങുണ്ടല്ലോ, മഞ്ഞ കിഴങ്ങല്ല, അയണിച്ചക്ക അറിയോ? ആനിലിച്ചക്ക നമ്മുടെ നാട്ടിലുണ്ടോ? വളരെ കുറവല്ലേ? അതൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ അധികം കാണാൻ പോലും പറ്റുന്നില്ല. കുറേ നമ്മുടെ നാട്ടിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബട്ട് എല്ലാം ഇങ്ങനെ ആളുകൾ യൂസ് ചെയ്യാതെ കുറേയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക. നോംബ്രേ യാമ്പി മൊറാദോ, ഇത് യാമ്പി കേട്ടോ. $1.25 ആണ്. ഊനോ കിലോ ഓ പൗണ്ട്? ലിബ്ര എന്ന് പറയുമ്പോൾ പൗണ്ടാ? 1 പൗണ്ടാണ് കേട്ടോ. അതായത് 1/2 കിലോയുടെ താഴെ 450 ഗ്രാമിനാണ് ഒരു 120 രൂപ അടുപ്പിച്ച് വരുന്നത്. ഇവിടെ നമ്മുടെ ഉറയിലൊക്കെ കയറ്റിയിട്ടേക്കുന്ന കൊലകൾ, നമ്മുടെ നമ്മുടെ കൊക്കോ ഉണ്ട്, പൊട്ടാറ്റോ, ബ്രോക്കലിൻ, നാരങ്ങ, അല്ല ഇവിടെ മരിച്ചിന്, നല്ല നീളമുള്ള മരിച്ചിന് അല്ലേ. പിന്നെ നമ്മുടെ വാഴയില ഇവർക്ക് തമാലസ് ഉണ്ടാക്കാനോ, പിന്നെ കോണുകൾ, ധാന്യങ്ങൾ. ഇവിടുത്തെ അവക്കാഡോയുടെ സൈസാണ് കേട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. അവക്കാഡോ എൻ്റെ അമ്മ, എന്ത് ക്യാരറ്റാ! മൂച്ചോ ഗ്രാൻഡേ എൻ്റെ അമ്മോ. ഇവിടുത്തെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര വലിപ്പമാണ്, ബട്ട് വലിപ്പമുള്ള സാധനങ്ങൾക്ക് വലിപ്പം കുറവുമാണ് കേട്ടോ. അതായത് തണ്ണിമത്തൻ്റെ ഒക്കെ സൈസ് കണ്ടില്ലേ, പപ്പായയുടെ സൈസ്, പപ്പായ ചിലത് വലുത് കാണാം. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണെന്ന് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ? ഓക്കെ ഇത് ആ ഒരു സ്പീഷീസിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ടേസ്റ്റ് സെയിം ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ പംകിൻസ്, ചെറിയ പംകിൻ, നാട്ടിൽ കാണാത്ത പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങ, ഒരു 1/2 കിലോ മാങ്ങയ്ക്ക് 170 രൂപയാണ് കേട്ടോ, 175 രൂപ. ഇവിടെ നമ്മുടെ അവക്കാഡോ 4 എണ്ണത്തിന് $5.
4 500 രൂപ. അത്യാവശ്യം വില ഉണ്ട്. നമ്മുടെ തെങ്ങ് കരിക്ക് തേങ്ങ. ഇതാണ് കേട്ടോ യുലിസയുടെ കസ്റ്റമറാണ് ഇവര്. അണ്ണാ നീങ്ക ഗേൾ ഫ്രണ്ടാ? Tu gusta? Oh no, he's only my friend. Okay. He's hermosa. He says. No. Hermoso. Sí. Yeah, you are my friend. Yeah. Good friend. Yeah. He's saying that you look so. ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മുടെ ഓറഞ്ച്, നമ്മുടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഒരു സെയിം സംഭവങ്ങളെ. ഇത് പുളിയല്ലേ ചേട്ടാ? ഇത് നമ്മുടെ പുളിയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. മറ്റേ കോളാമ്പിയോ അല്ലേ? ഇവിടുത്തെ ചില മരിച്ചിനിയുടെ ഒക്കെ സൈസ് നോക്കിക്കേ. ഇവിടെ നമ്മുടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെഷീന്. ഇവർ കരിമ്പ് ജ്യൂസ് കുപ്പിയിലുണ്ടോ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് അതിൽ വേണമെങ്കിൽ ലെമൺ ആഡ് ചെയ്യുന്നവർക്ക് ലെമൺ ആഡ് ചെയ്ത് തരും. അല്ല ബുനോസ് ദിയാസ് അമിഗോ. കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ഗൊനവന, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്, നമ്മുടെ മുള്ളാത്തി ചക്ക. ഇത് ഒരു കിലോയ്ക്ക് നമ്മുടെ നാട്ടിലെ 300 രൂപ അടുപ്പിച്ച് കയറുക കേട്ടോ. സി നല്ല പഴുത്ത സാധനം എന്തോ പറയാണ്. ഇത് നമ്മുടെ ഗ്രനഡില്ല. ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്പീഷീസിൽ വരുന്നത്. എന്ത് വലിപ്പമുള്ള സൈസ്! വാവ്, കൊള്ളാം കേട്ടോ. 1 കിലോയ്ക്ക് 300 കുറച്ച് കൂടുതലാണ്. അല്ലെങ്കിൽ ഞാനിപ്പം വാങ്ങിച്ചേനാ. നമ്മുടെ തേങ്ങ ഒന്നിനാണ് കേട്ടോ 150 രൂപ, 140 രൂപ, 150 രൂപ റേഞ്ച്. ഇതാണ് നേരത്തെ പേരറിഞ്ഞോടാത്ത ഫ്രൂട്ട്. നമ്മുടെ പുതിയന ഇല, ഈ കാണുന്ന മല്ലിയില, ഇതിനെല്ലാം $1 കേട്ടോ. 90-100 രൂപ റേറ്റാണ് ഇത്രയും ഒരു കെട്ടിനൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇതിനൊക്കെ 10-40 രൂപ കൊടുക്കണം എന്തായാലും ഈ ഒരു സാധനത്തിന്. ഈ കാണുന്നത് നമ്മുടെ കശുവണ്ടിയുടെ അണ്ടിയല്ല, ഇത് നമ്മുടെ ചാമ്പയ്ക്കാണ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഇത് നമ്മുടെ കശുവണ്ടിയുടെ അണ്ടി എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ചാമ്പയ്ക്കാണ്. ഇതിനെന്താ റെഡ് ആപ്പിളോ? വാട്ടർ ആപ്പിൾ. ഇതിനെ പറയുന്നത് വാട്ടർ ആപ്പിൾ എന്നാണ് ഈ സാധനത്തിന്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോട്ടെ? രസമില്ല കേട്ടോ. ഒരു റാഡിഷും അല്ലേ, ഒരു ടേസ്റ്റും ഇല്ല. ഇതൊക്കെ ഇപ്പം എന്തോ. നമ്മൾ നമ്മുടെ ഒരു നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഇത്രയും ഇന്ത്യൻ ഉള്ള ഒരു രാജ്യത്ത് വന്നിട്ട്, ഇന്ത്യൻ ഡിസ്പോറ ഉള്ള ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ ഒരു ക്ഷേത്രം കാണിച്ചില്ല എന്ന് വേണ്ട, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചില്ല എന്ന് വേണ്ട. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രം. ഒരു സ്വാമിനാരായണൻ ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ചെറിയൊരു ടച്ചുണ്ട്. ഇവിടുത്തെ നമ്മുടെ പൂജാരിയൊക്കെ നമ്മളെ ഒരു ഗുജറാത്തുകാരനാണ്. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കേ. വാവ്, ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു സിറ്റിയുടെ വ്യൂ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പനാമ നഗരത്തിൻ്റെ ഒരു നഗരഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കാണുന്ന ഭാഗത്താണ് നമ്മുടെ പസഫിക് ഓഷനൊക്കെ വരുന്നത്. ആ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇരിക്കും, മെക്സിക്കോയിൽ ഇരിക്കും. നമ്മുടെ ഒരു മുരിങ്ങ മരമാണ് കേട്ടോ ആ കാണുന്നത്. അത് കണ്ടിട്ട് അതിന്റെ ചർച്ചയാണ് ഇവിടെ. അവിടെ ചേട്ടൻ എവിടെയോ കരിവേപ്പില പറിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. കറിവേപ്പില എവിടെയോ ഉണ്ട്. എവിടെയോ കറിവേപ്പില ഉണ്ട് കേട്ടോ. പോയിട്ട് കള്ളന്മാര് പറിക്കുന്ന പോലെ പോയി ഇത് പറിക്കുകയാണ് കേട്ടോ. അജിത് ബ്രോ പുള്ളി നോക്കണ്. അങ്ങ് ദൂരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചക്കയാണ് കേട്ടോ. പ്ലാവ് വളരെ കുറവാണ്, എന്നിരുന്നാലും ഉണ്ട്. ഇവിടെ നമ്മുടെ തെങ്ങ്, ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഉച്ചയ്ക്കൊക്കെ വന്ന് ഇരുന്നാൽ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു മലയുടെ മുകളിലുള്ള ഒരു ഏരിയ കേട്ടോ. അങ്ങനെ ഞാൻ ഇവരെയൊക്കെ ഇവിടെ പറഞ്ഞ് എൻ്റെ വഴി തുടങ്ങുവാണ്. ഡോക്ടർ കാണാം, പാക്കലാം, സന്ധിക്കലാം. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു കേട്ടോ. പാക്കലാം. ശരി തന്നെ. ഓക്കെ. നമ്മുടെ ഇവിടെ മെട്രോയുടെ
ഇവിടുത്തെ അവസ്ഥ നോക്കിക്കേ. ആളുകൾ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. ആളുകൾ വേസ്റ്റും മോശമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവസ്ഥ കേട്ടോ കറക്റ്റ് നമ്മുടെ സെയിം. ഇവിടുത്തെ മെട്രോയുടെ തിരക്ക് നോക്കിക്കേ. ഇത്രയ്ക്ക് ആളുകൾ കേട്ടോ ഈ മെട്രോയിൽ കയറാനായിട്ട് വേണ്ടി മാത്രം. വാവ്, അടിപൊളി, ഫുൾ ആളുകൾ. മെട്രോ വന്നപ്പോൾ നിന്ന ക്യൂ എല്ലാം അങ്ങ് പോയേട്ടോ. ഞാൻ പോകുന്നത് മെട്രോ മാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഇരിക്കാൻ എല്ലാ സീറ്റും പോയി. ഞാനിവിടെ നിന്ന് മെട്രോയിൽ നിന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ഒരു മോളിലോട്ടാണ് കേട്ടോ. മെട്രോ മാൾ, ബിയൻവെനീദോ മെട്രോ മാൾ. ഇതിൻ്റെ ഇടയിൽ അവരെന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ മെട്രോ മാളിൽ പോയി. മെട്രോ മാളിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞാൻ പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കൗസർഫിയർ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അവർ വന്നു, പരിചയപ്പെട്ടു. നമ്മളിങ്ങനെ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പാർക്കോമർ. പാർക്കോമർ എന്ന് പറയുന്ന ഒരു നഗരഹൃദയ ഭാഗത്തിൽ, നമ്മുടെ പനാമ സിറ്റിയുടെ നഗരഹൃദയ ഭാഗത്തിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് തേക്കാണല്ലോ. ഈ കാണുന്നത് തേക്ക്, ആ കാണുന്ന തേക്ക്. ഇവിടെ കുറേ പേരുണ്ട്. ഈ കാണുന്ന തേക്ക് മരം ആൻഡ് ഈ കാണുന്നതാണ്. ഹലോ, ഹോല. Tell me about you. Bonjour, je suis nouveau dans le vlog de... No, English please. No, bonjour. Hello. Nice to meet you guys. I'm so happy to meet this guy, this crazy man. So now we will share a meal together. Yeah. So we can meet like people everywhere, anywhere, Yes. anytime. Yeah. So ഇവിടെ ഞാൻ ഇന്നലത്തെ ലെഫ്റ്റ് ഓവറൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ അതാണ് കേട്ടോ. ഡു യു ഈറ്റ് മീറ്റ്? Okay, sí, no problem. Okay. She speak Spanish. Tu hablas español. Mucho bien. Sí. No hablo español. എന്നെക്കാട്ടി നല്ലപോലെ സംസാരിക്കും കേട്ടോ. കാരണം ഫ്രഞ്ചും സ്പാനിഷും കുറച്ച് സിമിലർ ആയിട്ടുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അവർക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. സോറി, ഇവിടെ നമ്മുടെ ബഗ്ഗിയൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് കേട്ടോ. കൊള്ളാലോ പാർക്കിൽ. അങ്ങനെ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ നമ്മുടെ ഇതാണ് കേട്ടോ എൻ്റെ ഹോസ്റ്റ്. ഹോല അമിഗോ, ¿cómo estás? Bien, bien, ¿y tú? Bien, bien. നമ്മള് ഈ കാണുന്നതൊരു പള്ളിയാണ് കേട്ടോ. പഴയ പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി, നല്ല രസമുള്ള പള്ളി. നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഷർലറ്റ് സ്റ്റേ ചെയ്യുന്നത്. ലാസ്റ്റ് എന്നെ കൂടെ അവിടെ കൊണ്ടുപോവാണ്. ഇതാ നോക്കിക്കേ, നമ്മുടെ കേരളം കേട്ടോ, തനി കേരളം. ഉഫ്, എന്താ രസം. പക്ഷെ വീടുകൾ നമ്മുടെ നാട്ടിലെ വീടുകളെ പോലെയല്ല. കോഴിയുടെ സൗണ്ട്. സ്റ്റേ ചെയ്യുന്ന ലോക്കൽ നെയ്ബർഹുഡിലോട്ട് വന്നു, പുള്ളിയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ മരിച്ചിന് വാങ്ങിച്ചു. പിന്നെ ഇവർ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. We are going to cook manioca and pollo. Yeah. You haven't ever tried, right? Manioca. No, never. Your first time. First time. Let's see. അവളുടെ ആദ്യമായിട്ടാണ് കേട്ടോ. അവൾ ഇതെന്താണെന്ന് പോലും കറക്റ്റ് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണ് ഞാനാണ് മരിച്ചിനി ഇവിടെ ഉണ്ടാക്കുന്നത്. അഴുക്ക മരിച്ചിനി കേട്ടോ. നല്ല രസമൊന്നുമില്ല, ഒരുമാതിരി അഴുക്ക, ഒരു കൂറ മരിച്ചിനി കേട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം പോലെ തന്നെയാണ്. ചൂടുവെള്ളത്തിൽ അവരിടുന്നു, ഇതാക്കുന്നു. ബട്ട് ഇത് ചക്ക പുഴുങ്ങിയൊന്നുമില്ല കേട്ടോ. ചക്കയല്ല, മരിച്ചിനി പുഴുങ്ങിയൊന്നുമില്ല. നല്ല നൈബർഹുഡ് കേട്ടോ. ഇവിടെ പയ്യന്മാരൊക്കെ എന്നതുകൊണ്ട് ഫുട്ബോൾ എന്തോ കളിക്കുന്നു. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. അതാ നമ്മുടെ ടീം വന്നിട്ടുണ്ട്. യു മൈ ടീം, ബിയൻവെനീദോ. അവർ മൂന്നുപേരും നമ്മുടെ ഓപ്പോസിറ്റ് ടീം. നമ്മുടെ ഫുഡ് ഇവിടെ പൊട്ടാറ്റോ, മരിച്ചിനി, ചിക്കൻ, പോയോ ആൻഡ് ഫസ്റ്റ് ടൈം മനിയോ. Ça ressemble à une pomme de terre. Mais en vrai, c'est pas si mal que ça. Allez-y, essayez. How does it taste? It's like potatoes. Like potato. Taste this. You need to have like